Back up. Kutta. Kutta back up. Back up. നമ്മൾ ഇതുവരെ ഡീൽ ചെയ്തിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ഭീകരനായിട്ടുള്ള ഒരു റോട്ട് വീലറാണിത്. വീട്ടിന് പുറത്തൊരാൾ നിൽക്കുന്നതെന്ന് വെച്ചിട്ട് അയാൾ കിടന്ന് കുരയ്ക്കുകയോ ബഹളം ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യത്തില്ല. പക്ഷേ അകത്ത് കയറുമ്പോൾ ഓണറിൻ്റെ പ്രസൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ പ്രോബ്ലം ഉണ്ട്. അത് മാത്രമല്ല, ഇയാൾ ഇതുവരെ കൊന്നിരിക്കുന്നതെന്ന് പറയുന്നത് ഏകദേശം ഒരു 13ഓളം പൂച്ച, മരപ്പട്ടി അങ്ങനെയുള്ള ഐറ്റംസിനെ കൊന്നിട്ടുണ്ട്. ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുരയ്ക്കാറില്ല, ഡയറക്റ്റ് അറ്റാക്കാണ്. ഒരു ആനിമലിനെയൊക്കെ ഇപ്പോൾ കൈ കെട്ടി കഴിഞ്ഞാലും ഒരു 10 സെക്കൻഡിനകത്ത് അതിനെ നേരെ കഴുത്തിൽ കടിച്ച് അങ്ങ് കൊല്ലുവാണ്. അല്ലാതെ അതിനെ കടിച്ച് ടെറിട്ടറിയിൽ നിന്ന് ഓടിക്കണമെന്നോ അങ്ങനെയുള്ള ലക്ഷ്യമൊന്നുമില്ല. കൊല്ലാൻ വിചാരിച്ചാൽ കൊല്ലുക, സിമ്പിളായിട്ട്, അത്രയേ ഉള്ളൂ. അതും കറക്റ്റ് ആ ഒരു കഴുത്തിൻ്റെ ആ ഒരു മർമ്മ ഭാഗത്ത് തന്നെയാണ് പിടിക്കുന്നത്. അപ്പം തന്നെ ഡെത്ത് ആവുകയാണ്. പിന്നെ ഈ മരപ്പട്ടിയൊക്കെ കൊന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡെഡ് ബോഡിയായിട്ട് അവിടെ ഇരിക്കും. അവിടെ ഇരുന്നിട്ട് അത് മരിച്ചു എന്ന് 100% ഉറപ്പ് വരുത്തിയതിന് ശേഷം ആരെങ്കിലും അടുത്തോട്ട് അടുപ്പിക്കത്തുള്ളൂ. ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വന്ന ഒരു ഓൺലൈൻ കറക്ഷൻ്റെ കേസായിരുന്നു. പ്രോബ്ലം കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടിട്ട് അന്ന് അപ്ലോഡ് ചെയ്യാതിരുന്നതാണ്. ഈ ഒരു മെയിൽ റോട്ട് വീലറിന് ഏകദേശം 4 വയസ്സുണ്ട്. ഇയാൾ ഓണറുമായിട്ട് ഓക്കെയാണ്, ട്രെയിൻഡാണ്, നല്ലോണം ട്രെയിൻഡാണ്, പറയുന്ന ഒരുവിധം കാര്യങ്ങളെല്ലാം കേൾക്കും. പ്രോബ്ലം എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ആനിമൽ അഗ്രഷനും ഉണ്ട്, അതേപോലെ ടെറിട്ടോറിയൽ പ്രൊട്ടക്ഷനും ഉണ്ട്. ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ ഫുഡിൻ്റെ അടുത്തോ ടോയുടെ അടുത്തോ അല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും പുറത്ത് വന്നു കഴിഞ്ഞാൽ കൂട്ടിക്കയറാൻ പറഞ്ഞാലോ ഇതെല്ലാത്തിലും ഡോഗ് ഭയങ്കരമായിട്ട് ഒബീഡിയൻ്റ് ആണ്. നല്ല രീതിയിൽ കെയർ ചെയ്യുകയും ട്രെയിൻ ചെയ്യുകയും ചെയ്യുന്ന ഓണറുമാണ്. ഫാമിലി ഫുള്ള് ഭയങ്കര സപ്പോർട്ടിങ് ആണ്. ഇവിടെ ഒരു ഫീമെയിൽ ഡോഗിനെ കൊണ്ടുവന്നു. അതുമായിട്ട് ഇയാൾ പലതവണ അതിനെ ആ ഒരു കൊല്ലുന്ന സ്റ്റേജിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. ആ സമയത്ത് ഓണറിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് കയറി വീഡിയോ രക്ഷപ്പെടുത്തിയേക്കായിരുന്നു. ഇവിടെ ജനറലി സംഭവിക്കാറ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കൂട് 2ആക്കി സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഫീമെയിൽ ഹീറ്റ് ആയിരുന്നാലും അല്ലെങ്കിലും, ഇപ്പോൾ പുള്ളിക്കാരി ലാസ്റ്റ് മന്ത് ഹീറ്റായിരുന്നു, ജൂൺ തുടക്കത്തിൽ. അത് കഴിഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി വെറുതെ കിടക്കുവാണെങ്കിൽ ഇങ്ങനെ വാതിലിന്റെ നടുക്കുള്ള നമ്മുടെ ബാരിക്കേഡിന്റെ വാതിലുണ്ടല്ലോ, അതിലിങ്ങനെ വന്ന് ചേർന്ന് കിടക്കും. ചില സമയത്ത് ഇവൻ ഇങ്ങനെ അടുത്ത് വന്നിരിക്കുമ്പോ ഇവള് കുഞ്ഞു ഫീമെയില് പേടിച്ച് ബാക്കി പോയി ഇരിക്കാനുണ്ട്. പക്ഷെ എന്നാലും ഡുണ്ടമേജ് ബാ മൂള് പത്തുള്ളൂ, ഡുണ്ടോ ബാ കം, ഡുണ്ടോ ചല ഇത്തേനെ പറഞ്ഞ ബാ, ഡുണ്ടോ മൂള് ബാ, ഡുണ്ടോ മൂള് ബാ, പക്ഷെ ഇവൻ വളരെ ഗ്രാജുവൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇത് മാത്രമേ കാണിക്കാറുള്ളൂ, എണീച്ചിരിക്കുക. പക്ഷെ അവന്റെ അടുത്ത് കിടക്കാൻ പറയാണ്, കിടക്കും. കുട്ടുക്ക് ഏതാണോ ആള് ലക്കര വണ്ണക്ക് ഏതാണോ ഡൗൺ, കുട്ടു ഡൗൺ. ആ അവൻ അതൊക്കെ പറഞ്ഞാല് വേറെ ഇഷ്യൂ ഒന്നുമില്ല. ഡുണ്ടോ മുളുബല കം, മുളുബല ഡുണ്ടമാ ജിബല, ജിബല കം 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 ദേ ജിബല കം ബാ. ചില സമയത്ത് വരത്തില്ല. അപ്പൊ ഇവര് രണ്ടുപേരും ഡുണ്ടു പുള്ളവള് സെറ്റ് സെറ്റ്, ഇവര് രണ്ടുപേരും ചേരാത്തത് കൊണ്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇവരെ ഓരോരുത്തരെയും ഓരോ സെക്ഷനിലാക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ബാൽക്കണിയാണ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ ഈ ബാൽക്കണിയുടെ ഏകദേശം ഇത്രയും ഭാഗമുണ്ട്. പിന്നെ പോരാത്തതിന് വീടിന് ചുറ്റും ഇങ്ങനെ നടക്കാനുള്ള ഒരു പ്രൊവിഷൻ കൂടെ ഉണ്ട്. ഗോ ഗോ. പിന്നെ പുള്ളിക്കാരിക്കും അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിപ്പോൾ വീട്ടിലൊക്കെ ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ആളോട്, ഇത് മൂത്ത ആളാണ്, ആളോട് കൂടിനകത്തേക്ക് പോകാൻ പറയുവാണെങ്കിൽ പുള്ളി കൂടിലേക്ക് പോവും. വേറെ കുഴപ്പമൊന്നുമില്ല, ഉടനെ തുറന്നു വിടും എന്നുള്ള കാര്യം അറിയാം. ജനറലി ആവശ്യമില്ലാത്ത കൂടിനകത്ത് അടച്ചിടാറില്ല. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കറിയാം. അതവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കളിപ്പാട്ടാണ് ബക്കറ്റ്. ഡാ കുട്ടപ്പായി, മക്കൾ കൂട് തുളയിപ്പോ
ഇത്ത ഗിളുത്ത് പിടുക്ക കുട്ടോ കൂടുതലായിപ്പോ ഇത്ത ഗിളുത്ത് പിടുക്ക അപ്പോ മക്കളിപ്പോ കൂടുതലായിപ്പോ ഓളായിപ്പോ ഗുഡ് ബോയ് കുട്ടു ഗുഡ് ബോയ്. അപ്പോൾ പുള്ളിക്ക് അതിന് മടിയൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ വീട്ടിൽ ഗസ്റ്റ് വരുവാണെങ്കിലും ഞങ്ങൾ വീട്ടിൽ ആര് പറയുവാണെങ്കിലും പുള്ളി യാതൊരു എതിർപ്പും ഇല്ലാതെ, ചിലപ്പോൾ ഒരു 4-5 തവണ പറയേണ്ടി വരും എന്നേ ഉള്ളൂ, എന്നാലും പുള്ളി ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളരെ കംഫർട്ടബിളായിട്ട് കൂടിനകത്ത് പൊക്കോളൂ. കുട്ടു ഗുഡ് ബോയ് ഗുഡ് ബോയ്. വീടിൻ്റെ ഫ്രണ്ടിൽ ആർക്ക് വേണമെങ്കിലും വന്നിരിക്കാം, നോ പ്രോബ്ലം അറ്റ് ഓൾ. പക്ഷേ ഈ ഗേറ്റ് തുറന്ന് അകത്ത് കയറി കഴിഞ്ഞാൽ അവന് പ്രശ്നം ഉണ്ടാക്കും. അധികം കുരയില്ല, ആള് സൈലൻ്റ് ആണ്, ജനറലി ആള് സൈലൻ്റ് ആണ്. പിന്നെ ബേസിക് ട്രെയിനിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ചെറുതിലെ ഇച്ചിരി ഫുഡ് അഗ്രഷൻ ഉണ്ടായിരുന്നു, പക്ഷെ അത് പിന്നീട് മാറി. ഞാനിപ്പോൾ അതൊന്ന് കാണിച്ചു തരാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഫുഡ് കാണിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇരിക്കണം എന്നാണ് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അതാണ് ഫുഡ് കണ്ടിടനെ ഇരുന്ന് പറയുന്നതിന് മുൻപേ തന്നെ ഇരുന്ന് ഒന്ന് ഗപ്പര അവന് നോ നോ നോ. റോഡ് വീലർ അഗ്രസീവ് ആണോ ഡേഞ്ചറസ് ആണോ എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടല്ലോ. അതാണ്ട് ഈ വീഡിയോയിൽ കാണുന്ന റോഡ് വീലർ നമുക്ക് ഓൺലൈൻ കറക്ഷന് വേണ്ടിയിട്ട് മുമ്പ് വന്നിട്ടുള്ളതായിരുന്നു. ഈ പ്രോബ്ലം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടിട്ട് അപ്ലോഡ് ചെയ്യാതെ ഇട്ടിരുന്നതായിരുന്നു. ഡേഞ്ചറസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ കൊടും ഭീകരനാണ്. കൊടും ഭീകരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണർ പറയുന്ന ഒരുവിധം കാര്യങ്ങളെല്ലാം ഒബേ ചെയ്യുന്നുണ്ട്. നല്ല ഒബീഡിയൻസ് ഉള്ള ഡോഗാണ്. കമാൻഡ്സ് ഒക്കെ പറഞ്ഞാൽ കേൾക്കും. ഫുഡിന്റെ അടുത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. ടോയ്സ് അങ്ങനെയുള്ള കാര്യത്തിലൊന്നും വിഷയമില്ല. ഇയാളുടെ പ്രോബ്ലം എന്ന് പറയുന്നത് ആനിമൽ അഗ്രഷൻ ആണ്. മറ്റ് ആനിമൽസിനോടാണ് കൂടുതൽ ദേഷ്യവും. മനുഷ്യന്റെ അടുത്ത് അങ്ങനെ അഗ്രഷൻ കാണിക്കാറില്ല, പക്ഷെ ആള് ഭയങ്കര ടെറിട്ടോറിയൽ ആണ്. അവരുടെ കോമ്പൗണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ കടിക്കാനൊന്നും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും മനുഷ്യരുടെ അടുത്തും അഗ്രഷന്റെ ഒരു ചാൻസ് തന്നെ ഉണ്ട്. പക്ഷെ ആനിമൽസിന്റെ അടുത്ത് അങ്ങനല്ല കേട്ടോ. ഇയാളെല്ലാം കൂടെ കൊന്നേക്കുന്നതെന്ന് പറയുന്നത് ഇതുവരെ ഒരു പൂച്ച, മരപ്പട്ടി, ഇതിന് രണ്ടിനെയാണ് മെയിനായിട്ട് കൊന്നേക്കുന്നത്. ഏകദേശം 13 എണ്ണത്തിനോളം കൊന്നിട്ടുണ്ട്. ഈ കൊല്ലുന്നതെന്ന് പറയുന്നത് സാധാരണ ഒരു കടിപിടിയിലൊക്കെ സംഭവിക്കാവുന്ന കാര്യമാണ്. പക്ഷെ ഇവിടെ അതല്ല പ്രോബ്ലം. ഏകദേശം ഒരു പൂച്ചയൊക്കെ കടിച്ചു കൊല്ലാനായിട്ട് ഒരു 10 സെക്കൻഡ് 11 സെക്കൻഡ് ഒക്കെ ആളിനെടുക്കത്തുള്ളൂ. പൂച്ചയും മരപ്പട്ടിയൊക്കെ നോക്കി വെച്ച് അറ്റാക്ക് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. ഇതിന് ദിവസങ്ങളോളം ഇയാൾ ഇങ്ങനെ കാത്തിരിക്കും. ചിലപ്പോൾ ഇപ്പൊ പൂച്ചയൊക്കെ ഏതെങ്കിലും ഒരു പൂച്ച ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡിനകത്തുനിന്ന് കുറച്ച് മാറ്റി വെച്ചേക്കും. എന്നിട്ട് എവിടെങ്കിലും ഒരു സ്ഥലത്ത് മറഞ്ഞിരിക്കും. പൂച്ച അത് എടുക്കാനായിട്ട് എങ്ങാനും വന്നാൽ ഇത് ഒരു ദിവസവും കൊണ്ടിട്ടുള്ള കാര്യമല്ല, കുറേ ദിവസം അങ്ങനെ ക്യാമറയിൽ കിട്ടുന്നതാണ്. നോക്കി അതിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവനെ പിടിക്കും. ഒരൊറ്റ സെക്കൻഡിൽ അതിന്റെ കഴുത്തിൽ പിടിക്കും, തീർക്കുവാണ്. ഇത് മരപ്പട്ടിയുടെ അടുത്തും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇതേപോലെ പുറത്തൂടുള്ള പശു വേറെ മൃഗങ്ങളൊക്കെ പോകുമ്പോൾ ഇതേ ഒരു ക്യാരക്ടർ ഉണ്ട്, പക്ഷെ അവിടെ ഒന്നും അറ്റാക്ക് വന്നിട്ടില്ല. ഇത് കോമ്പൗണ്ട് ഉള്ള ഒരു വീടാണ്, അതുകൊണ്ടിട്ട് തന്നെ പുറത്തോട്ട് പോകേണ്ട സാഹചര്യം വന്നിട്ടില്ല. വീട്ടിൽ ആരെങ്കിലും വിസിറ്റേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കയറിപ്പോടാന്ന് പറഞ്ഞാൽ കയറിപ്പോകും. പക്ഷേ ഈ പറഞ്ഞ ആനിമൽസിനെ ഇയാൾ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ പിടിച്ചാൽ കിട്ടത്തില്ല. അയാൾ ഓണർ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കത്തില്ല. ബാക്കി എല്ലാ കാര്യത്തിനും ഓണർ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മൊമെന്റിൽ തന്നെ ആള് കേൾക്കുന്നുമുണ്ട്. നമ്മളെ കോണ്ടാക്ട് ചെയ്ത ആ ഒരു വിഷയത്തിനായിരുന്നില്ല. ഈ വീട്ടിലോട്ട് മറ്റൊരു റോഡ് വീലറിനെ കൊണ്ടുവന്നു. ഫീമെയിലാണ്, ഇത് മെയിലാണ്. കൊണ്ടുവന്നതെന്ന് പറയുന്നത് ഫീമെയിലാണ്. അതും അവിടെ 1 വർഷമായിട്ട് വളരുന്നുണ്ട്. പക്ഷേ ഈ ഫീമെയിൽ ഡോഗിനെയും ഈ റോഡ് വീലറിന് ഇഷ്ടമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീകരമായിട്ട് കടിച്ചിട്ടുണ്ട്. അത് ലീഷിലൊക്കെ പിടിച്ചു മാറ്റേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് നടന്ന കഴിയെന്ന് പറയുന്നത് ഇതിനെ പിടിച്ചപ്പോ, ഫീമെയിൽ ഡോഗിനെ പിടിച്ചപ്പോ മറ്റേ ഡോഗ് ഇതിന്റെ ഷോൾഡർ കറക്റ്റ് പിടിക്കുന്നതെന്ന് പറയുന്നത് കഴുത്തിന്റെ ഒരു ഭാഗത്താണ് കേട്ടോ. ഇതിൽ കയറി പിടിച്ചപ്പോ തന്നെ ഈ വിത്തിൻ സെക്കൻഡ്സ് ഇവൻ കറക്റ്റ് മർമ്മത്തിൽ പിടിച്ച് കൊല്ലുമെന്നുള്ളത് അറിയാം. അപ്പൊ ലീഷിൽ പിടിച്ച് പെട്ടെന്ന് ബാക്കിലോട്ടാക്കിയപ്പോൾ ഫീമെയിൽ ഡോഗിന്റെ സ്കിൻ എല്ലാം കൂടെ അടർന്നിങ്ങ് വന്ന്. അതിന്റെ ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് സ്ട്രൈക്ക് അടിക്കും. അത് അത്രയും ഭാഗത്തെ സ്കിന്ന് അതേപോലെ പറഞ്ഞങ്ങ് പോരുന്നു. മറ്റേ മനുഷ്യന്റെ കൂട്ട് ചെറിയ സ്കിന്നല്ല ഇവരുടെ സ്കിന്ന്. നമുക്ക് ഈ റോഡ് വീലറിനെയോ അല്ലെങ്കിൽ ലാബ്രഡോറിനെയോ ഒക്കെ പിടിച്ചാൽ അറിയാമല്ലോ, നമുക്ക് സ്കിൻ ഇങ്ങനെ പിടിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ എങ്ങാണ്ടാണ് കടി വീണേന്ന് പറയുന്നത്. സാധാരണ ഈ ഡോഗ് ആ ഒരു പിടിക്കുന്ന പിടിയെന്ന് പറയുന്നത് കറക്റ്റ് ഒരൊറ്റ പിടി തീരുവാണ് അവിടെ. അതിനുള്ള ഗ്യാപ്പ് കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ കറക്ഷന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്ത് നോക്കിയായിരുന്നു. അതായത് ഫീമെയിലിന്റെ അടുത്ത് കൊണ്ടുപോകാനും ലീഷ് വിത്ത് മൗത്ത് ക്യാപ്പില് അടുത്തോട്ട് കൊണ്ടുപോകാനും ഒക്കെ നമ്മളുള്ള ട്രെയിനിങ് കൊടുക്കാൻ കുറേ ദിവസം നമ്മൾ അങ്ങോട്ട് രണ്ടുപേരും കൂടെ മ്യൂച്വലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്തു മുന്നോട്ട് പോയായിരുന്നു. അടുത്ത പ്രോബ്ലം ഇല്ലാതെ ഓണറിന്റെ പ്രസൻസിൽ
പ്രോബ്ലം ഇല്ലാതെ കിടക്കുന്ന അവസ്ഥ വരെ വന്നായിരുന്നു. പക്ഷെ കണ്ണ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഇയാൾ ചാർജ് ചെയ്ത് പോകും, കയറി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാപ്പ് കിട്ടുന്നില്ല. അതാണ് വിഷയം. നമുക്ക് ഒരു ഡോഗിനെ കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ടൈമിംഗ് ആണ്. പക്ഷെ ഈ ഒരു കേസിൽ ഇയാൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കാണിച്ചാൽ നമുക്കത് കറക്റ്റ് ചെയ്യാനുള്ള ടൈം കിട്ടുന്നില്ലായിരുന്നു. ഈ പറഞ്ഞ 10 സെക്കൻഡ് എന്ന് പറയുന്നത് ഭയങ്കര സ്പീഡിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും ആ സമയം കൊണ്ടിട്ട് കിട്ടത്തില്ല. അപ്പോൾ അവിടെ ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്കുണ്ടായിരുന്നത് ഷോക്ക് കോളറാണ്. അതായത് അതിന്റെ ട്രെയിനിങ് കോളർ യൂസ് ചെയ്തിട്ടുള്ള കറക്ഷനാണ്. അപ്പോൾ ഇയാൾ അവിടെ നിന്ന് ചാടി പോകുന്ന മൊമെന്റിൽ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റിമോട്ട് കൺട്രോൾ വെച്ചിട്ട് അയാൾക്ക് ചെറിയ പണിഷ്മെന്റ് കൊടുത്തിട്ട് അത് തിരിക്കാനായിട്ട് പറ്റും. അത് ഓണറിന്റെ കയ്യിലോ നമ്മുടെ കയ്യിലോ ഡിവൈസ് ഇല്ലായിരുന്നു. ഞാൻ എന്തായാലും ആ സമയത്ത് ചെയ്തതെന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ ട്രെയിനറിനെ കോൺടാക്ട് ചെയ്യിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ഡോഗ് പേരന്റിലെ ട്രെയിനിങ് കാർത്തിക് സാറിനെ, പുള്ളിയെ കണക്ട് ചെയ്യുമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അദ്ദേഹവും തന്ന ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് അങ്ങനെ ഉള്ള ഒരുപാട് ഒരു പർട്ടിക്കുലർ ലിമിറ്റിനപ്പുറത്തേക്ക് ഈ ഒരു ക്യാരക്ടറിനെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇത് ജനറ്റിക്കലി അത്രയും ഒരു ഇതുള്ള ഡോഗാണ്. അപ്പൊ അങ്ങനെയുള്ള ഡോഗിനെ നമുക്ക് ഈ 4 വയസ്സുണ്ട് ഇയാൾക്ക്. 4 വയസ്സിൽ കറക്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്ന ലിമിറ്റേഷൻസ് ഉണ്ട്. കുഞ്ഞിലെ ആ വളർന്നു വന്ന സമയത്ത് ആ ഒരു ക്യാരക്ടർ തിരിച്ചറിഞ്ഞ് അതിനെ മാറ്റിക്കൊണ്ട് വരാനായിരുന്നെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പം പറ്റിയേനെ. ഇതെന്ന് പറയുന്നത് ഇനി ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ലാസ്റ്റ് അങ്ങനെ നമ്മൾ ആ ഒരു കുറച്ച് ശ്രമങ്ങളൊക്കെ നടത്തി. എന്തായാലും അവിടെയും ട്രെയിനിങ് നടന്നില്ല. പിന്നെ ഈ ഫീമെയിൽ ഡോഗിനെ നമ്മൾ അവിടെ നിന്ന് അങ്ങ് മാറ്റുകയാണ് ചെയ്തത്. കാരണം റിസ്ക് ആണ്. നമുക്ക് എപ്പോഴും കൂടെ നടക്കാൻ പറ്റത്തില്ല. ഓണറിന്റെ പ്രസൻസിൽ ഈ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നില്ലായിരുന്നെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു ഫോൺ വന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്യാപ്പ് നോക്കി വെച്ചിട്ട് ഇവൻ പണി കൊടുക്കും. മറ്റ് ഡോഗുകളും റോട്ട് വീലറിനെയും തമ്മിൽ ആ ഒരു ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സൈസും സ്ട്രെങ്തുമാണ്. സപ്പോസ് ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ഉള്ള ഒരു ഡോഗ്, ഷാർപ്പായിട്ടുള്ള ഒരു ഡോഗ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനുഷ്യരെ കൊണ്ടിട്ട് പിടിച്ചു മാറ്റുന്ന ഒരു കാര്യം അവിടെ ഭയങ്കര ഇമ്പോസിബിൾ ടാസ്ക് ആയിട്ട് വരും. ഇയാൾക്ക് ഒരു 60 കിലോയ്ക്ക് മേളിലുണ്ട് ഈ ഡോഗിന്. അപ്പൊ അയാളെ മനുഷ്യനെക്കാട്ടിൽ സ്ട്രോങ് ആണ്. റോട്ട് വീലർ എന്നല്ല, നല്ല സൈസ് ഉള്ള ഏത് ഡോഗ് ആണെന്നുണ്ടെങ്കിലും അതിന്റെ ആ ഒരു കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ അതിന്റെ ക്യാരക്ടർ നന്നായിട്ട് ഒബ്സർവ് ചെയ്യണം. ഒരുപാട് പ്രേ ഡ്രൈവും അതേപോലെ ആനിമൽ അഗ്രഷനും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എപ്പോഴാണോ കാണുന്ന മൊമെന്റ് ആ സമയത്ത് തന്നെ നമ്മളത് കറക്റ്റ് ചെയ്യണം. എപ്പോഴും ആ ഡോഗിന് മേളിൽ ഓണറിന് ചെറിയൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കണം. നമ്മൾ പറയുന്നത് അയാൾ കേൾക്കണം. അതിപ്പോ പേടി കൊണ്ടാണെന്നുണ്ടെങ്കിലും അതല്ല സ്നേഹം കൊണ്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ പറയുമ്പോൾ അത് കേൾക്കണം. സാധാരണ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് എന്തെങ്കിലും നമ്മളെ കേട്ടോണ്ടൊക്കെ നിൽക്കും. പക്ഷെ ഒരു ആനിമലിന്റെ പുറയൊക്കെ ചാർജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ വിളിച്ചാൽ കിട്ടത്തില്ല. അപ്പൊ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ലോങ് ലീഷും ഒക്കെ ഇട്ടിട്ട് ട്രെയിൻ ചെയ്യുക. കുട്ടിക്കാലം മുതലേ ചെയ്തു വരുവാണെന്നുണ്ടെങ്കിൽ പ്രോബ്ലം ഒന്നുമില്ല. വലിയ ഡോഗ് ബ്രീഡ് ഏതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. റോട്ട് വീലർ മാത്രമൊന്നുമല്ല, നമുക്ക് അവരൊക്കെ നമ്മളെക്കാട്ടിൽ ഒരു സമയത്ത് ആരോഗ്യമായിട്ട് വരും. അത് കുഞ്ഞിലെ മുതലേ നമ്മൾ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. പിന്നെ ഈ ഒരു ഡോഗിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 ഡോഗുമായിട്ട് ഓണറിന്റെ ഫാമിലിക്ക് ഫുള്ള് ഭയങ്കരമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ആയിരുന്നു. ഫീമെയിൽ ഡോഗിനെ കൊടുക്കാനായിട്ടുള്ള ഒരു സജഷൻ നമ്മൾ കൊടുത്തപ്പം പോലും അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. കുറേ നാളും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയി. എന്നാലും ഈ ഒരേ വീട്ടിലെ തന്നെ അവർക്ക് തമ്മി കാണാവുന്ന വിധത്തെ അകലത്തിലുള്ള കൂട്ടിലാണ്. അപ്പൊ ഈ മെയിൽ ഡോഗ് ടാർഗറ്റ് ചെയ്ത് നോക്കി കിടക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാണുമ്പോഴത്തേന് ഇവർക്ക് തന്നെ മനസ്സിൽ അറിയാം ഏതെങ്കിലും സമയത്ത് ഒറ്റയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ പണി കൊടുക്കുമെന്നുള്ളത്. അപ്പൊ അങ്ങനെ ലാസ്റ്റ് ഒരു മൊമെന്റില് അടുത്ത് തന്നെ അറിയാവുന്ന ഒരാളിന് ഈ ഫീമെയിൽ ഡോഗിനെ കൈമാറുമായിരുന്നു. അതിനുശേഷം മെയിൽ ഡോഗ് അവിടെ തന്നെ കഴിയുന്നുണ്ട്. എന്തായാലും ഇത് ജസ്റ്റ് ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. റോട്ട് വീലറിനകത്ത് ഭീകരൻ ഉണ്ട് എന്ന് വെച്ചിട്ട് റോട്ട് വീലർ എല്ലാം ഭീകരന്മാരും ഭീകരികളും ഒന്നുമല്ല. നമുക്ക് കൺട്രോൾ ചെയ്ത് വളർത്താവുന്ന ബ്രീഡ് തന്നെയാണ്. എല്ലാ ബ്രീഡിനകത്ത് ഇതേപോലുള്ള ക്യാരക്ടർ ഉള്ളത് വരും കേട്ടോ. ഇപ്പൊ ജർമ്മൻ ഷെപ്പേർഡ് ആണെന്നുണ്ടെങ്കിലും അതേപോലെ ഹസ്കി ആണെന്നുണ്ടെങ്കിലും എല്ലാത്തിനകത്തും വരുന്നുണ്ട്. അത് കുഞ്ഞിലെ നമ്മൾ തിരിച്ചറിയാന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. എല്ലാവർക്കും ഒരു നോർമൽ ഓണറിന് ചിലപ്പോൾ അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഒരു പ്രൊഫഷണലിന് ചിലപ്പോൾ അത് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും, അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും.